എങ്ങനെയാണോ ഓർക്കുന്നത്? തോന്നിയോ? ഒരാളെ 13 കൊല്ലം മുമ്പ് പ്രയർ മീറ്റിംഗ് വന്നു. ആ ആളെ പേര് പറയുന്നു, അതിൻ്റെ സ്ഥലം ഓർക്കുന്നു, അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ഓർക്കുന്നത്. അങ്ങനെ തോന്നിയോ? റാണി ഇങ്ങനെ ആലോചിക്കും, എങ്ങനെയാണോ റാണി തന്നെ ആലോചിക്കുന്നത് എൻ്റെ പേര് എങ്ങനെയാണോ ഓർത്തിരിക്കുന്നത്. ഒറ്റ കാര്യമുള്ളതാണ്, എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും ഒരു പ്രശ്നം പറയും, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുമ്പോഴൊക്കെ അയാളെ പ്രാർത്ഥിക്കും, ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. അപ്പൊ ആ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കവര് ഓർക്കുന്നു. ഓരോരുത്തർക്കും പേരുണ്ട്. ഇപ്പൊ മേരിക്ക് ഒരു പേരുണ്ട്, മേരിക്ക് ഒരു പേരുണ്ട്, മേരിയുടെ മകൾക്ക് ഒരു പേരുണ്ട്, ജലീല എന്ന പേരുണ്ട്. ഇപ്പൊ എങ്ങനെ സന്തോഷം വന്നു? മേരിക്ക് എങ്ങനെ സന്തോഷം വന്നത്? മേരിയുടെ മകളുടെ പേര് ഞാൻ ഓർക്കുന്നത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. അപ്പൊ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതെന്തായി മാറുന്നു? ഒരു ബ്ലെസ്സിംഗ് ആയി മാറും. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്? ആദം ഏവാൾ ദമ്പതി, പാമ്പ് വന്നു, പാമ്പിന്റെ നാവെന്തായിരുന്നു? പിളർന്ന നാവ്. പെന്തക്കോസ്ത് നാളിൽ 100 പേര് മറിയത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നാവ് വന്നു, അത് തീനാവായിരുന്നു. ആ തീനാവ് വന്ന് അവർ പ്രസംഗിച്ചപ്പോൾ പണ്ട് 16 ഭാഷകളായി പിരിഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ 16 ഭാഷ പറയുന്ന ആളുകൾക്കും അവരവരുടെ ലാംഗ്വേജിൽ അവരവരുടെ മൊഴിയിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രയർ മീറ്റിംഗ് നടക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത്, 120 പേര് പ്രാർത്ഥിക്കുന്നു. എത്ര പേര്? ആ 120 പേര് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പേര് മാത്രം ബൈബിളിൽ പറയുന്നുണ്ട്. ആരുടെ പേരെ പറയുന്നത്? ആരുടെ പേരെ പറയുന്നത്? ഈ ബൈബിളൊക്കെ വായിക്കുക. സ്കൂൾ ടീച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? കുറച്ച്. ഈ ഹോൾ ടെക്സ്റ്റ് ബൈബിളിൽ ഈ തുടക്കത്തിലെ 1-ാമത്തെ വസനം മുതൽ തിരുവെളിപാടിന്റെ അവസാനത്തെ വാക്ക് വരെ 104 പ്രാവശ്യം ഫുൾ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം? 104 പ്രാവശ്യം ഫുൾ ടെക്സ്റ്റ് വായിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുക, നിർത്തിയിട്ടില്ല. നീ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക, നല്ല ജോലിയൊക്കെ കിട്ടും. വായിക്കോ? വായ തുറന്ന് പറയാം, യെസ് എന്നോ കൈ വെച്ചിട്ട് അടുത്ത തവണ നിന്നെ കാണാൻ ദൈവം ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ നീ എന്നോട് പറയണം, ഞാൻ ഫുൾ ടെക്സ്റ്റ് വായിച്ചിട്ടില്ല, എന്നെ ഫുൾ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും വേളാങ്കണ്ണിക്ക് വന്നിരിക്കുന്നു. എന്തിനാണ് വേളാങ്കണ്ണിക്ക് വന്നത്? ഈ മാതാവിനോട് പറയാനായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. പിന്നെന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു നടച്ചെത്തി കേൾക്കാനാവും. അക്കം ബന്ധത്തിൽ ദൈവങ്ങൾ ആരോട് പറയാം? ഞാനൊരു പ്രിപ്പയർഡ് ടെക്സ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് വരുന്നൊരു ഇൻസ്പിറേഷൻ ഞാൻ നിങ്ങളോട് പറയാം. ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. എന്താണ്? 2 ക്വസ്റ്റ്യൻ. ഒരാൾ ദൈവാർത്ത കേൾക്കാനാണ് വന്നത്, ഒരാൾ ദൈവങ്ങൾ മഴയത്തോട് പറയും.
ആവശ്യം. അന്തോണിയോട് പറഞ്ഞാൽ പോരെ, അന്തോണിയോട് പറഞ്ഞാൽ പോരെ, നടക്കില്ല. ആരോട് പറയണം? യേശുവിനോട് പറയണം. ആരോട് പറയണം? യേശുവിനോട് പറയണം. യേശുവിനോട് പറയാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഗളമണി വരേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാ വന്നത്? സ്ട്രാറ്റജിക്കൽ ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് മനുഷ്യനെ അവരുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത്, ദൈവങ്ങൾ വരുന്ന സമയത്ത് ദൈവവുമായിട്ട് സംസാരിക്കും. ആ ദൈവവുമായിട്ട് സംസാരിക്കുക, ദൈവവുമായിട്ട് ഒരു ഉടമ്പടി, ഉടമ്പടി. ബൈബിൾ പഴയ ഏർപ്പാട് വായിക്കും. അടുത്തിരിക്കുന്ന ബോധത്തോട് പറഞ്ഞ 5 ഉടമ്പടി. ഉടമ്പടി കൈ പിടിച്ച് മറന്നു പോലും. എത്ര ഉടമ്പടി? ഒന്ന്, ആദം ഏവാൾ ദമ്പതികൾ ദൈവവുമായിട്ട് ഉടമ്പടി. ആര്? ആദം ഏവാൾ. ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നു. ആദത്തിനെ പടയത്താറ്. അത് കഴിഞ്ഞ് ആദത്തിന്റെ എൻ്റെ അടുത്ത് ആരെടുത്ത് ഏവാളെ പടയും. ഇത് കഴിഞ്ഞിട്ട് ഇവർ തോട്ടത്തിലാക്കി. എവിടെ? ഏതൻ തോട്ടത്തിലാക്കി. ആ ഏതൻ തോട്ടത്തിലായ സമയത്ത്, ഏത് തോട്ടത്തിൽ? ഏത് തോട്ടം? ഏതൻ തോട്ടം. ഈ ഏതൻ തോട്ടത്തിലാക്കിയ സമയത്ത് പറഞ്ഞു എല്ലാ കനികളെയും തിന്നാം, എന്നാൽ 2 മരങ്ങളുടെ കനി തിന്നരുന്നു. എത്ര മരം? ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് മരം? 1 അല്ല 2. അതിനെ പറഞ്ഞു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും, കൈയെടുത്തിട്ട് എന്നിട്ട് പറഞ്ഞില്ല 2 മരങ്ങളുടെ കനികളെ കഴിക്കരുത്. 1 അല്ല 2. അതിനാണ് 2. ഒന്നാമത്തെ മരം എന്താണ്? നന്മ തിന്മ മരം. ഒന്നാമത്തെ. രണ്ടാമത്തെ മരം ഏതാണ്? വാഴ്, ട്രീ ഓഫ് ലൈഫ്. വാഴ് വരും മരം. വാഴവിൻ മരം. നന്മ തിന്മയുടെ മരം. പിന്നത്തെ മരം എന്താണ്? വാഴവിൻ. ഇതിന്റെ 2ന്റെയും കനികൾ കഴിഞ്ഞിരുന്നു. ഇതാണ് കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് ബ്രേക്ക് എന്താ ചെയ്തത്? നന്മ തിന്മകളുടെ മരത്തിന്റെ കനി ആര് തിന്നു? ഏവാൾ തിന്നു. അത് കഴിഞ്ഞിട്ട് ആദാമിന് കൊടുത്തു. 2 പേരും തിന്നു. 2 പേരും തിന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കിയതിന്റെ കാരണം എന്താണ്? ഇത് തിന്ന ആള് ഇനി എന്ത് ചെയ്യും? അടുത്ത മരത്തിന്റെ തിന്നും. എന്തിന്റെ? വാഴവിൻ മരം, ട്രീ ഓഫ് ലൈഫിന്റെ തിന്നും. അപ്പൊ ട്രീ ഓഫ് ലൈഫിന്റെ അല്ലെങ്കിൽ വാഴവിൻ മരത്തിന്റെ കായ്, കനി പാപം ചെയ്ത ആള് തിന്നാൽ എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കുക, ചിന്തിച്ചിട്ട് പറയും. നന്മ തിന്മകളുടെ മരത്തിന്റെ കനി തിന്നരുതെന്ന് പറഞ്ഞു. തിന്നു കഴിയുമ്പോൾ അവരെന്തായി മാറി? അവർ പാപികളായി മാറി. എന്തായി മാറി? അവർ പാപം ചെയ്ത ആരായി? പാപിയായി മാറി. ഒക്കെ മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായി? എന്താ മനസ്സിലായി? ഇവിടെ മനസ്സിലാക്കിയാൽ മനസ്സിലായി.
മനസ്സിലാക്കാം. തോട്ടത്തിൽ മരം, ആ മരത്തിന് എന്താണ് നന്മ തിന്മകളുടെ കനി. തിന്നരുതെന്ന് പറഞ്ഞു, തിന്നപ്പോൾ അവരെന്തായി മാറി? പാപം ചെയ്തു പാപിയായി മാറി. പാപിയായ മനുഷ്യൻ ഈ നിത്യവാഴ്വിന്റെ മരത്തിന്റെ കനി തിന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? എന്ത് സംഭവിക്കും? ചാവില്ല. അവര് മരണമില്ലാത്ത പാപിയായി മാറും. എന്ത് പാപിയായി മാറും? മനസ്സിലായി പറഞ്ഞത്. നന്മ തിന്മകളുടെ കനി കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിച്ചു, പാപിയായി. ഈ പാപി പോയി നിത്യവാഴ്വിന്റെ മരത്തിന്റെ കനി നിന്ന് കഴിഞ്ഞാൽ എന്താണ്? മരണമില്ലാത്ത നിത്യരായ പാപിയായി മാറും, നിത്യപാപിയായി മാറും. അങ്ങനെ ആവാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ശ്രദ്ധിച്ച് കേട്ടോ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ തോട്ടത്തിനും ഈ ട്രീ ഓഫ് ലൈഫിനും ചുറ്റും നന്മ തിന്മകളുടെ മരത്തിന്റെ അല്ല, ഈ നിത്യവാഴ്വിന്റെ മരത്തിന് ചുറ്റും മാലാഖമാരെ വാള് കൊടുത്ത് കാവൽ നിർത്തി. ആരക്കാവൽ നിർത്തി? സുമൻസ്. അത് അവൻ ദൂതരുടെ കയ്യിൽ എന്ത് കൊടുത്തു? എന്തിന് വാള് കൊടുത്താൽ? ഇനി അഥവാ മനുഷ്യൻ ഇത് തിന്നാൻ വരികയാണെങ്കിൽ അവനെ